വയനാട്ടിലും റായ്ബ്രേലിയിലും ഒരുപോലെ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി 3.5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും അദ്ദേഹം വിജയിച്ചു വരുന്നു. ഇനി രാഹുൽ തീരുമാനിക്കണം ഏതു ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി വേണം പാർലമെൻറ്റിലേക്ക് കടക്കുവാനെന്ന്. സ്വാഭാവികമായും വയനാട് വിട്ട് റായ്ബ്രേലി സ്വീകരിക്കുമ്പോൾ അവിടെ ഉദ്ദേശങ്ങൾ പലതാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. ഹിന്ദി ഹൃദയ ഭൂമിയിൽ തൻ്റെ പോരാട്ടത്തിൻ്റെ വേര് ഒന്നുകൂടി ആഴത്തിലിറക്കേണ്ട ആവശ്യകതയുണ്ട്. കോൺഗ്രസിനെ കുറച്ചുകൂടി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബലപ്പെടുത്തേണ്ടതുണ്ട്. അതിന് കരുത്തുറ്റ നേതൃത്വമായി താൻ മുന്നിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ റായ്ബ്രേലി സ്വീകരിക്കുന്ന രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കേണ്ടതായി തന്നെ വരും. എന്നാൽ വയനാടിനെ എങ്ങനെ ഉപേക്ഷിക്കും? 2019 സ്വന്തം മണ്ഡലമായ അമേഠി പോലും കൈവിട്ടപ്പോഴും സുരക്ഷിത മണ്ഡലമായി പല ഏജൻസികളും പറഞ്ഞതിൻ്റെ പേരിൽ വയനാട് സ്വീകരിച്ച രാഹുൽ ഗാന്ധിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവരാണ് വയനാട്ടിലെ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ. സ്വാഭാവികമായും അപ്പോൾ വയനാട്ടിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി അത്രമേൽ പ്രധാനപ്പെട്ട ഒരു നേതാവായിരിക്കണമെന്നുള്ളത് കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രാധാന്യത്തിലുള്ള ഒരു വിഷയം തന്നെയായിരിക്കും. വയനാടും റായ്ബ്രേലിയും ഒരുപോലെ വിജയിച്ചുവെന്ന രാഹുൽ ഗാന്ധി ആദ്യഘട്ടം മുതൽ തന്നെ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, താൻ ഏത് മണ്ഡലം ഉപേക്ഷിച്ചാലും ആ മണ്ഡലത്തിനെ ബാധിക്കാത്ത തരത്തിൽ തന്നോളം ശക്തനായ ഒരു നേതാവിനെ തന്നെ മത്സരിപ്പിക്കുമെന്ന് പറയുമ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയോളം ശക്തനായ ഒരു നേതാവ് എന്നത് പ്രിയങ്ക ഗാന്ധി തന്നെയാണെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. രാഹുൽ ഗാന്ധി വയനാടും കേരളവും വിട്ടു പോകരുത് എന്ന് KPCC വരെ കേണപേക്ഷിച്ച് പറഞ്ഞപ്പോഴും രാഹുൽ ഗാന്ധിക്ക് പോകാതെ നിർവാഹമില്ല. പക്ഷേ വയനാട്ടിൽ തന്നോളം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അവിടെ സാധ്യത ഏറെ പ്രിയങ്ക ഗാന്ധിക്ക് തന്നെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വെള്ളം കുടിച്ചുപോയ വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നരേന്ദ്രമോദി 2 ലക്ഷത്തിൻ്റെയോ 3 ലക്ഷത്തിൻ്റെയോ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുമായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ആദ്യ കാൽവെപ്പ് നടക്കുവാൻ പോകുന്നു എന്ന പ്രത്യാശയിലാണ് കോൺഗ്രസ് ഉള്ളത്. 2019 ആദ്യമായി പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു എന്ന വാർത്ത പ്രചരിച്ചിരുന്നത്. എന്നാൽ പ്രചാരകയായി താരപ്രചാരകയായി 2019 നിൽക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. 2019 മുതൽ അമേഠിയിലും ഉത്തർപ്രദേശിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും തൻ്റെ ശ്രദ്ധ കൃത്യമായി കേന്ദ്രീകരിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലും റായ്ബ്രേലിയിലും ഉത്തർപ്രദേശിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും ഇന്ത്യ സഖ്യത്തെ വിജയിപ്പിച്ച് കൊണ്ടുവന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി നിന്നത് പ്രിയങ്ക ഗാന്ധി തന്നെയാണ്. അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളും ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി എന്ന് സാരം. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ മത്സരം, കന്നി മത്സരം, കോൺഗ്രസിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയത്തിൻ്റെ വക്കിൽ നിന്ന രാഹുൽ ഗാന്ധിയെ കൈപിടിച്ച് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ വയനാട്ടിൽ തന്നെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസും ദേശീയ നേതൃത്വവും ഒരുപോലെ തീരുമാനിച്ചിട്ടുണ്ടാകും. അങ്ങനെ തന്നെയാണ് കോൺഗ്രസിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 2019 റായ്ബ്രേലിയിലും വാരണാസിയിലും മത്സരിക്കുവാൻ സാധ്യതയുണ്ട് പ്രിയങ്ക എന്ന വാർത്ത കാര്യമായ രീതിയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ മറുഭാഗത്ത് പ്രിയങ്ക ഉത്തർപ്രദേശിലെ നിയമസഭയിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന വാർത്തകളും അതിനോടൊപ്പം തന്നെ പരന്നിരുന്നു. ആ സമയത്ത് ഉത്തർപ്രദേശിൻ്റെ പശ്ചിമ മേഖലയിലെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധിയെ നിയമിച്ചതോടുകൂടി ആ പ്രചാരണങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ആഴം വർദ്ധിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബ്രേലിയിൽ മത്സരിക്കുവാൻ സോണിയാഗാന്ധി തയ്യാറല്ല എന്ന് അറിയിച്ചതോടുകൂടി പിന്നീട് ചർച്ച പ്രിയങ്കയിലേക്ക് എത്തി നിന്നു. വയനാട്ടിൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. പിന്നീട് റായ്ബ്രേലിയിൽ പ്രിയങ്ക മത്സരിക്കട്ടെ എന്നതായി ചർച്ച, അമേഠിയിൽ രാഹുലും. എന്നാൽ ചർച്ചകൾക്കൊടുവിൽ അമേഠിയിൽ ഗാന്ധി കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശ്വസ്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് റായ്ബ്രേലിയിലേക്ക് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കുന്നു. അതായത് ഹിന്ദി ഹൃദയ ഭൂമിയിൽ ഗാന്ധി കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, കോൺഗ്രസ് വരും കാലങ്ങളിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുൻപോട്ട് വയ്ക്കുന്ന രാഹുൽ ഗാന്ധിയെ തന്നെ മത്സരിപ്പിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ പഴയ പ്രൗഢഗംഭീരമാർന്ന ദിനങ്ങൾ തിരികെ കൊണ്ടുവരണമെന്ന കോൺഗ്രസിൻ്റെ തിരിച്ചറിവിൻ്റെയും കോൺഗ്രസിൻ്റെ ബോധ്യത്തിൻ്റെയും പുറത്താണ് രാഹുൽ ഗാന്ധിയെ റായ്ബ്രേലിയിൽ വീണ്ടും മത്സരിപ്പിക്കുന്നത്. അതോടെ പ്രിയങ്ക റായ്ബ്രേലിയിലും അമേഠിയിലും മത്സരിക്കുന്നില്ല എന്നത് വ്യക്തമായി. ആ സമയത്ത് ജയറാം രമേശ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞ ഒരു വാക്യമുണ്ട്, പ്രിയങ്ക ഉപതെരഞ്ഞെടുപ്പിലൂടെ കടന്നു വരുവാൻ കഴിയുന്നത്ര കരുത്തുള്ള നേതാവാണെന്ന്. അതെ, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയമായിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ വിജയകിരീടം ചൂടിച്ച റായ്ബ്രേലിയും വയനാടും, അതിൽ വയനാട് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുവാൻ പോകുന്നു.
സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ വയനാട്ടിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നൽകിയ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുവാൻ വരുന്നു എന്നതിൻ്റെ ആക്കവും ആഴവും കൂടുവാൻ പോകുന്നു. പ്രിയങ്ക ഗാന്ധി തന്നെയാണ് വയനാട്ടിൽ മത്സരിക്കുവാൻ പോകുന്നത് എന്ന് 90% ഉറപ്പായിരിക്കുന്നു. താൻ മത്സരിക്കുവാനില്ല എന്നാണ് കാലങ്ങളായി പ്രിയങ്ക ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പാർട്ടിയുടെ ഏറ്റവും സമ്മർദ്ദ സ്ഥിതിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് മതിയാകൂ. രാഹുലിനോടൊപ്പം ശബ്ദമായി പ്രിയങ്കയും പാർലമെൻറ്റിൽ മുഴങ്ങണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും അണികളുടെയും താൽപ്പര്യം. റായ്ബ്രേലിയിൽ മത്സരിച്ച സോണിയാഗാന്ധി 2024 റായ്ബ്രേലി വിടുമ്പോൾ അവിടേക്ക് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ പാർലമെൻറ്റിൽ ഗാന്ധി കുടുംബത്തിൻ്റെ കുടുംബാധിപത്യമാണ് എന്ന വലിയൊരു പ്രചാരണം ഉണ്ടായാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് പല സർവേയുടെ പുറത്താണ് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ളത് പാർട്ടിക്ക് സീറ്റ് നഷ്ടമാകാതിരിക്കുവാനുള്ള തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമായാണ്. പ്രിയങ്ക അങ്ങനെ വയനാടിൻ്റെ സ്ഥാനാർത്ഥിയായി പാർലമെൻറ്റിലേക്ക് എത്തുവാൻ പോകുന്നു എന്ന വാർത്തകളാണിപ്പോൾ കേന്ദ്രത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും തന്ത്രപരമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തി സ്മൃതി ഇറാനിയുടെ അമേഠി തിരികെ പിടിച്ച് കോൺഗ്രസിന് നൽകിയതിൽ പ്രിയങ്ക ഗാന്ധിക്ക് വലിയ പങ്കുണ്ട്. പ്രിയങ്ക ഗാന്ധി രാത്രിയും പകലും നോക്കാതെ അമേഠിയിൽ താരപ്രചാരകയായി നടക്കുന്നു എന്ന് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ വ്യക്തമാക്കിയതുമാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സ്മൃതി ഇറാനി പരാജയപ്പെടുന്നു. പ്രിയങ്ക ഗാന്ധി മുൻപിൽ നിന്ന് നേതൃത്വം നൽകിയ അമേഠിയിൽ കോൺഗ്രസ് വിജയിക്കുന്നു. അമേഠിയിൽ മാത്രമല്ല, ഉത്തർപ്രദേശിലെ ലോക്സഭാ മണ്ഡലങ്ങളിലും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും ഉത്തർപ്രദേശിൽ വിജയിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഏറ്റവും പ്രധാനപ്പെട്ട തൂണ് അത് പ്രിയങ്ക തന്നെയാണെന്ന് കോൺഗ്രസിനും ബോധ്യപ്പെട്ടിരിക്കുന്നു. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മുത്തച്ഛിയെപ്പറ്റി ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും മറ്റു പാർട്ടിക്കാരും പറഞ്ഞിരുന്നു. ഒരു മിണ്ടാത്ത പാവക്കുട്ടിയാണ് ഇന്ദിരാഗാന്ധി എന്ന ഒരു പ്രചരണം ഇന്ദിരാഗാന്ധിയുടെ ആദ്യഘട്ടങ്ങളിൽ ഇന്ത്യ ഒട്ടാകെ അലയടിച്ചിരുന്നു. പക്ഷേ പിന്നീട് രാജ്യം കണ്ടത് ശക്തമാർന്ന ശബ്ദത്തോടെ രാജ്യത്തിൻ്റെ വികസനത്തിനു വേണ്ടി, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ ഉയർത്തുന്ന ശബ്ദമായിരുന്നു. ആ ശബ്ദത്തിൻ്റെ പിന്നിൽ ഇന്ദിര എന്ന ശക്തമാർന്ന ഒരു മനവും കരുത്തും ഉണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രിയങ്കയും കോൺഗ്രസ് നേതാക്കന്മാരും എതിർ പാർട്ടിക്കാരും കാണുന്നത്. ആദ്യഘട്ടത്തിൽ പ്രസംഗിക്കുവാനോ സമര പോരാട്ടങ്ങൾ നടത്തുവാനോ മുൻനിരയിൽ നിന്നിട്ടില്ലാത്ത പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ രാജ്യത്തിനു വേണ്ടി, രാജ്യത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി, കോൺഗ്രസിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സമര പോരാട്ടങ്ങൾ നടത്തി, പ്രസംഗങ്ങൾ നടത്തി രാജ്യത്ത് എമ്പാടും പ്രചരണ പരിപാടികളുമായി മുൻപോട്ട് പോവുകയാണ്. അതായത് തെരഞ്ഞെടുപ്പിനെ നയിക്കുവാൻ, തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുവാൻ, രാജ്യത്തെ മുൻപോട്ട് നയിക്കുവാൻ കഴിവുള്ള ഒരു നേതാവായി താൻ മാറിയിരിക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധിയും തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് വയനാട്ടിൽ കോൺഗ്രസ് ഇറക്കുവാൻ പോകുന്ന രാഹുൽ ഗാന്ധിയോളം ശക്തയായ സ്ഥാനാർത്ഥി അത് പ്രിയങ്ക തന്നെയാകുവാനാണ് 90% സാധ്യത.